കോൺഗ്രസ് തനിക്കെതിരെ നിറകിട്ട രാഷ്ട്രീയം കളിക്കുകയാണെന്ന് അനിൽ കെ ആന്റണി. ക്രിമിനൽ നന്ദകുമാറിനെ ഇറക്കിയാണ് കോൺഗ്രസ് ഇപ്പോൾ തന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസ് നേതാവ് പി.ജെ. കുര്യനെതിരെയും ദല്ലാൽ നന്ദകുമാറിനെതിരെയും രൂക്ഷ വിമർശനമാണ് അനിൽ കെ ആന്റണി ഉന്നയിച്ചത്. ദല്ലാൽ നന്ദകുമാർ ആരോപണം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ അനിൽ കെ ആന്റണി ഇതെല്ലാം അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്നു. തെളിവുകൾ പുറത്തുവിടാനും നന്ദകുമാറിനെ വെല്ലുവിളിച്ചു. 12 വർഷം മുൻപ് നന്ദകുമാറിനെ പൊതുപരിപാടിക്കിടയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അന്ന് ഇയാളെ പരിചയപ്പെടുത്തിയത് പി.ജെ. കുര്യനാണ്. നടക്കാത്ത കാര്യങ്ങൾ ആവശ്യപ്പെട്ടാണ് നന്ദകുമാർ തന്നെ സമീപിച്ചത്. ആവശ്യങ്ങളെല്ലാം പറ്റില്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ചു. ഇപ്പോൾ തന്നെ തോൽപ്പിക്കാൻ നെറികെട്ട രാഷ്ട്രീയം നടത്തുന്ന കോൺഗ്രസ് ദല്ലാൽ നന്ദകുമാറിനെ ഇറക്കി. ഇതിന് പിന്നിലുള്ള ബുദ്ധികേന്ദ്രം പി.ജെ. കുര്യനാണ്. ആന്റണിയും അദ്ദേഹത്തിന്റെ ഗുരു പി.ജെ. കുര്യനും ചേർന്നാണ് നന്ദകുമാറിനെ തനിക്കെതിരെ ഇറക്കിയത്. ഇന്ന് വളരെ നിലവാരം കുറഞ്ഞ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായിട്ട് വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായി പറയാം. കാര്യം ഈ നന്ദകുമാറിനെ ഞാൻ 10-12 വർഷം മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. അത് കാര്യവും ഇങ്ങനെ സാഹചര്യവും എല്ലാം ഞാൻ ഇന്ന് വ്യക്തമായി പറയാൻ പോവുകയാണ്. വാശിയോടെ ഇന്ന് നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് പി.ജെ. കുര്യനെതിരെയും അനിൽ കെ ആന്റണിയുടെ രൂക്ഷ വിമർശനം. കരുണാകരനെയും എ.കെ. ആന്റണിയെയും ചതിച്ചയാളാണ് പി.ജെ. കുര്യൻ. കുര്യന്റെ പ്രമാദമായ കേസ് ഒത്തുതീർപ്പാക്കിയത് നന്ദകുമാറാണെന്നും അനിൽ കെ ആന്റണി. പക്ഷേ പല കാര്യങ്ങളും എനിക്ക് വളരെ വ്യക്തമായി അറിയാം. കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയം, കോൺഗ്രസ് രാഷ്ട്രീയം 10, 40, 50 വർഷമായി ഇത് വെറും കുതുകാൽ വെട്ടലിൻ്റെയും ചതിയുടെയും മാത്രം ഒരു കേന്ദ്രമായി കുറേ നാളായിട്ട് ഇതാണ്. ഈ 3 ഇൻസിഡൻസും, ശ്രീ കരുണാകരനെ രാജിവെപ്പിച്ചതും, ശ്രീ ആന്റണിയെ രാജിവെപ്പിച്ചതും, ശ്രീ ഉമ്മൻചാണ്ടിയെ തോൽപ്പിച്ചതിലും ഒരേപോലെ പങ്കുള്ള 1-2 പേരുണ്ട്, 2-3 പേരുണ്ട്. അതിലൊന്ന് ഈ ശ്രീ പി.ജെ. കുര്യനാണ്. പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആന്റണിക്കെതിരെയും ആന്റണിയും സഹോദരനും ചേർന്ന് നിരവധി സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചു. ഇവിടെ വികസനങ്ങൾ കൊണ്ടുവരാനാണ് ഞാനിവിടെ വന്നത്. അതിനായി ഞാനിവിടെ ജനങ്ങളുമായിട്ട് സംവദിക്കുന്നു. ആദ്യ ദിവസം തൊട്ട് ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരു കാരണവശാലും ഞാൻ വികസനത്തിനെക്കുറിച്ച് സംസാരിക്കരുത്, ഞാനിവിടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കരുതെന്ന് ഇന്ന് ഇവിടുത്തെ MP ആയ ശ്രീ ആന്റണിയും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും സഹപ്രവർത്തകർക്കും ഒരുപാട് വാശിയുണ്ട്. കാര്യം അതിനെക്കുറിച്ച് ഇവർക്കൊന്നും പറയാനില്ല. വിജയസാധ്യത കൂടുതലുള്ള NDA സ്ഥാനാർത്ഥിക്കെതിരെ രാഷ്ട്രീയ പ്രതിയോഗികൾ കുപ്രചരണങ്ങൾ ഇറക്കുമ്പോൾ വസ്തുതാപരമായ മറുപടി നൽകി ഇതെല്ലാം പ്രതിരോധിക്കുകയാണ് അനിൽ കെ ആന്റണി. ജനം, പത്തനംതിട്ട.